രാവിലെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ചാടിത്തുള്ളി പാട്ടും പാടി ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരുന്നു. 9:30 കഴിഞ്ഞ് ബസ് വന്നപ്പോൾ പിന്നെ ബസ്സിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിന്നുറങ്ങേണ്ട അവസ്ഥയും വന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈഡ് സീറ്റ് ഇട്ടിപ്പോൾ മാമൻ ചോദിച്ചു ഇതെന്തോ മോനെ ബ്ലോഗാന്ന് പറഞ്ഞപ്പോൾ മാമൻ ഒരു പുഞ്ചിരി ചേച്ചങ്ങ് പോയി. പള്ളിയിലൊക്കെ 8 നോമ്പായതുകൊണ്ട് തന്നെ നല്ല ദീപാലങ്കാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരാന്ന് ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. പുലികളിയാന്ന് പറഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ ഏതോ കടയുടെ ഉദ്ഘാടനം. പിന്നെ അഞ്ചല് വന്ന് വായും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ വരും ബസ് എന്ന് പറഞ്ഞിട്ട് 10:30 കഴിഞ്ഞ് ബസ് വന്നപ്പം പിന്നെ ചയ്യ പാട്ടും കേട്ട് വികസന കേരളത്തിൻ്റെ റോഡും കണ്ട് ഇങ്ങനെ നടന്ന് കണ്ണനെല്ലൂരെത്തിയപ്പോഴാണ് ദേ കിടക്കണം സവാള ഗിരിഗിരി. 12 മണി കഴിഞ്ഞ് ബസ് വന്നപ്പോൾ എൻ്റെ മുഖം ഇരിക്കുന്ന കോലം നോക്കി. ഇത് ഇളമ്പള്ളൂർ ദേവീക്ഷേത്രം, ഇത് ഏതോ ഒരു പള്ളി, എന്നോട് ചോദിക്കരുത്. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭരണിക്കാവ് എത്തി. ഭരണിക്കാവിൻ്റെ കോലം കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഭരണിക്കാവിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നേരെ നാട്ടിലെത്തി ഒരൊറ്റ ഓട്ടം ഓടി നേരെ അമ്മയുടെ കയ്യിൽ ഉമ്മയും വാങ്ങിച്ച് പെങ്ങളുടെ തലമണ്ടയ്ക്ക് ഇട്ട് ഒരു കൊട്ടും കൊടുത്ത് എസ്റ്ററ്റിക് ഗോപു എന്ന് പറയും. അത്തപ്പൂക്കളൊക്കെ കണ്ട് നേരെ ഇറങ്ങിയപ്പോൾ കൂട്ടുകാരൻ എന്നെ കൊട്ടാരക്കരയാക്കാൻ വന്നത്. പിന്നെ ഇവനും ടാറ്റ കൊടുത്ത് പെങ്ങൾക്കും ടാറ്റ കൊടുത്ത് നേരെ കൊട്ടാരക്കരയിലുണ്ട്. കൊട്ടാരക്കര വന്നു കഴിഞ്ഞാൽ ഗണപതി അപ്പനെ കണ്ട് അടിയേരെ ഉടച്ച് ഒരു നാണയം ഇടാതെ ഞാൻ പോകത്തില്ല കേട്ടാ. ഇത് ഏതോ വരെയാണ്, എനിക്ക് ആനെ അറിയത്തില്ല കേട്ടോ. പിന്നെ തിരിച്ച് ഞാൻ വന്നു എൻ്റെ സ്വർഗസുന്ദരമായ ക്ഷേത്രത്തിലേക്ക്. ഒരു ചായയൊക്കെ കുടിച്ച് നേരെ അമ്പലത്തിലേക്ക് വിട്ടതാണ്. എൻ്റെ കോലം നോക്കി രാവിലെ പോയ ഞാനാണ്. പിന്നെ അമ്പലത്തിൽ വന്ന് ദേവിക്ക് ചാത്തൊക്കെ നടത്തി നടയെ അടച്ച് കോട്ടുവായി ഇട്ട് എല്ലാ പരിപാടിയും ഒതുക്കി. ഇനി നാളെ കാണാം. ടാറ്റാ.